ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ട്രാൻസ്ലേഷൻ വന്നിരിക്കുന്നത്. So going forward, if the Lord wills, we will be having it in 2 languages. ദൈവം അനുവദിച്ചാൽ വരുന്ന ആഴ്ചകൾ 2 ഭാഷയിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. It will be good for us because we can hear the same thing 2 times and it will be reinforced in our minds, I guess. 2 പ്രാവശ്യം ഒരേ കാര്യം കേൾക്കുന്നത് നമ്മുടെ മനസ്സിൽ കൂടുതൽ അത് ഉറപ്പിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അത് ഒരു കണക്കിൽ നല്ലതാണ്. I thank God once again for helping us to gather together like this. ഇങ്ങനെ കൂടുവാൻ കർത്താവ് ഒരിക്കൽ കൂടെ നമുക്ക് അനുവാദം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. We started last week in the meditations on the Song of Songs. കഴിഞ്ഞ ആഴ്ച ഉത്തമഗീതത്തിൽ നിന്ന് ധ്യാനചിന്തകൾക്കായി നാം ആരംഭിക്കുകയുണ്ടായി. We had a sort of introductory session last week. കഴിഞ്ഞ ആഴ്ച അതിന്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ട് നാം ചില കാര്യങ്ങൾ ഓർപ്പിക്കുകയുണ്ടായി. And this week in the will of God we desire to go into the text. ഇന്നു മുതൽ നമ്മൾ വേദപുസ്തകത്തിന്റെ ഉത്തമഗീതത്തിന്റെ വാക്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. So before I go forward, let me just give a small recap for the sake of those who are attending for the first time. ആദ്യമായി ഇന്ന് ബൈബിൾ ക്ലാസ്സിൽ കടന്നു വന്നിരിക്കുന്നവരുടെ ആവശ്യസൂചകമായി കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച ചില കാര്യങ്ങൾ വളരെ വേഗത്തിൽ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Last week also I got a feedback that I went a little bit fast. കഴിഞ്ഞ ആഴ്ച ഞാൻ അല്പം സ്പീഡ് കൂടി സംസാരിച്ചു എന്ന് ചില ആളുകൾ അഭിപ്രായം പറഞ്ഞിരുന്നു. And I also got a feedback that some things were a little bit difficult to understand. ചില കാര്യങ്ങൾ അല്പം ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുവാൻ എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു. So I have actually in the recap I will actually give you a slightly different structure so that it will be easier for us to understand. അതുകൊണ്ട് ഇന്ന് സംക്ഷിപ്തമായ കഴിഞ്ഞ ആഴ്ച നമ്മൾ ആരംഭ ക്ലാസ്സിൽ നമ്മൾ രേഖപ്പെടുത്തിയ ചില കാര്യങ്ങൾ അതിന്റെ ഘടനയ്ക്ക് അല്പം വ്യത്യാസം വരുത്തി വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ ചില കാര്യങ്ങൾ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. Last week we first of all saw about the authorship of this book. കഴിഞ്ഞ ആഴ്ച നാം ഈ പുസ്തകത്തിന്റെ ഗ്രന്ഥകർത്താവിനെ പറ്റി നാം സംസാരിക്കുകയുണ്ടായി. And clearly we found out that it is a reference to Solomon, the son of David, the king of Israel. ദാവീദിന്റെ പുത്രനും ഇസ്രായേലിന്റെ രാജാവുമായ ശലോമോനാണ് ഇതിന്റെ ഗ്രന്ഥകർത്താവ് എന്ന് നമുക്ക് മനസ്സിലായി. We saw that Solomon had composed about 1005 songs. 1000-ലധികം ഗാനങ്ങൾ താൻ രചിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. And this was the greatest of all of them. ആ രചിച്ച എല്ലാ ഗീതങ്ങളിലും ഏറ്റവും ഉത്തമമായ ഗീതം ഇതാണ്. അതുകൊണ്ടാണ് ഇത് രേഖപ്പെടുത്തി നൽകിയിരിക്കുന്നത്. We also had a look at the difficulties in studying the Song of Songs. ഉത്തമഗീതം പഠിക്കുന്നതിന്റെ വ്യാഖ്യാനത്തിന്റെ ചില വൈഷമ്യതകൾ നാം ഓർക്കുകയുണ്ടായി. And we particularly focused on 3 difficulties. 3 പ്രത്യേകമായ വൈഷമ്യതകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു. First of all, there is no reference to any major biblical theme. വേദപുസ്തകത്തിലെ മറ്റുള്ള ഒരു പ്രമേയവുമായി പ്രത്യേകിച്ച് ഒരു ബന്ധം കാണുന്നില്ല. Themes like law, grace, sacrifice, sin, etc. നിയമം അല്ലെങ്കിൽ മോശയുടെ ന്യായപ്രമാണം, കൃപ, സത്യം അങ്ങനെയുള്ള ചില വേദപുസ്തകത്തിൽ കോമൺ ആയി നിൽക്കുന്ന പ്രമേയങ്ങളൊന്നും ഉത്തമഗീതത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. Then we saw that there are a lot of rare words used in this that is not used anywhere else in the Bible. അപൂർവമായ ചില വാക്കുകൾ മറ്റുള്ള ഭാഗങ്ങളിൽ രേഖപ്പെടുത്താത്ത അപൂർവമായ ചില വാക്കുകൾ ഈ ഉത്തമഗീതത്തിൽ രേഖപ്പെടുത്താൻ നമുക്ക് കാണുവാൻ കഴിയും. And then we saw that it's difficult to identify who is speaking to whom, so identifying the speakers. ഇതിൽ സംസാരിക്കുന്ന ആളുകൾ, കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കുവാനും അല്പം വൈഷമ്യത ഉണ്ടെന്ന് നാം കഴിഞ്ഞ ആഴ്ച ഓർക്കുകയുണ്ടായി. So those are the things that actually contributes mainly to the difficulty in studying this book. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇതിന്റെ വ്യാഖ്യാനത്തിന് അല്പം വൈഷമ്യതകൾ നമുക്ക് കാണുവാൻ കഴിയും. Then we saw the canonicity of this book. ഈ ഉത്തമഗീതത്തിന്റെ ആധികാരികത നാം ഒന്ന് ചിന്തിക്കുവാനിടയായി. We saw how the Jews regarded this book, and then did the Lord Jesus himself approve this book? യഹൂദന്മാർ ഈ പുസ്തകത്തെ എങ്ങനെ വീക്ഷിക്കുകയും കർത്താവായ യേശുക്രിസ്തു ഈ പുസ്തകത്തെ എങ്ങനെ വീക്ഷിക്കുകയും എന്നുള്ള വിഷയം നമ്മൾ കഴിഞ്ഞ ചിന്തിക്കുകയുണ്ടായി. Then we spoke about the structure of this book. ഈ പുസ്തകത്തിന്റെ ഘടന, ഇതെങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് നാം ഓർക്കുകയുണ്ടായി. And we saw that there were 2 ways of studying this book as to its structure. 2 പ്രത്യേകമായ രീതിയിൽ ഈ പുസ്തകത്തെ നമുക്ക് പഠിക്കുവാൻ കഴിയും. ഇതിന്റെ ഘടനയെ സംബന്ധിച്ച് there is a group of people who view this whole book as a single dramatic poem that is from the beginning to the end happens in a sequence. ചില ആളുകൾ ഈ പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗം വരെ ഒറ്റ കാവ്യമായി ഇതിനെ കാണുന്ന ചില ആളുകളുണ്ട്. And among them are very beloved Bible teachers among us.
നമ്മുടെ ഇടയിലുള്ള ചില വേദപണ്ഡിതന്മാർ അതിനെ അങ്ങനെ കാണുകയും ചെയ്യുന്നുണ്ട്. There are another group of people who, a majority group of people who think of this as multiple short poems. എന്നാൽ വേറൊരു വലിയ വിഭാഗം ആളുകളും ഈ ഉത്തമഗീതത്തെ അനേകവിധമായ ചെറുകാവ്യങ്ങളുടെ ഒരു ശേഖരമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. And these short poems are called idylls. ഈ ചെറിയ കാവ്യങ്ങളെ ഇഡിൽ എന്ന് പറയുന്ന പദപ്രയോഗത്തിൽ കാണുവാൻ കഴിയും. So keep note of that word because we'll be using that again. ഇഡിൽ എന്ന പദപ്രയോഗം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തിരിക്കുക, കാരണം ആ പദപ്രയോഗം പല പ്രാവശ്യം നാം രേഖപ്പെടുത്തുന്നതായി. So based on which structure you follow, ഏത് ഘടന രീതി നാം പിന്തുടർന്നാലും, based on that there are two ways that this book, or there are two, as to the number of speakers in this book, there are two views. ഏത് ഘടന രൂപം നാം ഫോളോ ചെയ്താലും പിന്തുടർന്നാലും രണ്ട് പ്രത്യേകതരമായ സംഭാഷണ രീതികൾ ഉണ്ടെന്ന് ആൾക്കാർ അനുമാനിക്കുന്നു. So those who believe that there is a single poem, they say that there are three people in three persons in that is seen in this Song of Songs. ഇതൊരു ഏക കാവ്യമായി, ഒറ്റ കാവ്യമായി ഇതിനെ കണക്കാക്കുന്നവർ അതിൽ മൂന്ന് സംഭാഷിക്കുന്ന ആളുകൾ, കഥാപാത്രങ്ങൾ ഉണ്ട് എന്നവർ വിശ്വസിക്കുന്നു. They believe that there is Solomon, there is a Shulamite, his bride, a bride, and there is a shepherd lover who is the true lover of the Shulamite. മണവാട്ടിയായ ശൂലേംകാരി, രാജാവായ ശലോമോൻ. മണവാട്ടിയായ ശൂലേംകാരി ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു ഇടയ ചെറുക്കനും ഈ ഇങ്ങനെ മൂന്ന് കഥാപാത്രങ്ങൾ ഉണ്ട് എന്ന് ആളുകൾ അനുമാനിക്കുന്നു. And this view is called a triangle view. ഈ പ്രത്യേക വ്യൂവിനെയാണ് ട്രയാങ്കിൾ വ്യൂ എന്ന് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. മൂന്ന് പേർ ഉൾപ്പെടുന്ന ഒരു കാവ്യം. And majority of the biblical commentators, they believe that there are two persons in this poem. എന്നാൽ വലിയ വിഭാഗത്തിലുള്ള വേദപണ്ഡിതന്മാർ, കമന്റേറ്ററുകൾ ഇതിനകത്ത് രണ്ട് പേരെ ഉൾക്കൊള്ളുന്നുള്ളൂ എന്ന് അവർ പ്രസ്താവിക്കുന്നു. And in this context, Solomon is both the shepherd and the king. എന്നാൽ അതുകൊണ്ട് തന്നെ ഈ രണ്ട് പേർ മാത്രം നിൽക്കുമ്പോൾ അതിനകത്ത് രാജാവായ ശലോമോനും ശൂലേംകാരത്തിയും മാത്രം ഇതിനകത്ത് കാണുന്നുള്ളൂ. Then we looked at the methods of interpreting this book. ഈ വേദപുസ്തകം എങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കാം, അതിന്റെ മെത്തേഡുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. We first saw that there was a naturalistic viewpoint. നമ്മൾ ആദ്യമായി കണ്ടത് നാച്ചുറലിസ്റ്റിക് അല്ലെങ്കിൽ അക്ഷരാർത്ഥത്തിൽ മാത്രം വ്യാഖ്യാനിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. And they say that the only meaning of this book is the literal meaning and there is no spiritual significance attached to it. അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം മാത്രമേ ഈ ഉത്തമഗീതത്തിന് നമുക്ക് അങ്ങനെ മാത്രമേ ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയുള്ളൂ. വേറെ യാതൊരു ആത്മീയമായ അർത്ഥമോ പ്രാതിനിധ്യമോ ഇതിന് കൊടുക്കുവാൻ കഴിയില്ല എന്ന് അവര് വാദിക്കുന്നു. We saw what was the problems associated with going with that view. അങ്ങനെയുള്ള ഒരു വ്യാഖ്യാന രീതിയിലേക്ക് പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ പറ്റി നാം ഓർക്കുകയുണ്ടായി. The second group of people interpret this as allegorical. മറ്റു ചിലർ ഇതിനെ ആലങ്കാരിക ഭാഷയിൽ അല്ലെങ്കിൽ ഭാവനാത്മകമായി തന്നെ ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. They say that the allegorical meaning is the only meaning of this book. അവരും പ്രസ്താവിക്കുന്നത് ഭാവനാത്മകമായി മാത്രമേ ഈ ഉത്തമഗീതത്തെ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അവർ അനുമാനിക്കുന്നു. The third viewpoint is the typical or the typical viewpoint. മൂന്നാമത്തെ വ്യാഖ്യാന രീതിയാണ് സാദൃശ്യപരമായ ഒരു വ്യാഖ്യാന രീതി. And in this viewpoint, this accepts that there is a literal historical interpretation for this book. ഈ സാദൃശ്യപരമായുള്ള വ്യാഖ്യാനത്തിൽ ഒന്ന് ഇതിനകത്ത് അക്ഷരാർത്ഥത്തിൽ അല്ലെങ്കിൽ ചരിത്രപരമായ ഒരു വ്യാഖ്യാന രീതിയുണ്ട്. And the spiritual significance of that is actually overflows to the relation between Jehovah and Israel in the Old Testament and the church and Christ in the New Testament. ആത്മീയമായ കാഴ്ചപ്പാടിലേക്ക് അത് പരിണമിക്കുമ്പോൾ അതിനെ ഇസ്രായേലും പുതിയ നിയമസഭയും തമ്മിലുള്ള ബന്ധവും അതിൽ സ്ഥാപിക്കപ്പെടുന്നു. So the difference between these three views I will actually explain when with an example when we come into the text of the passage. ഈ മൂന്ന് വ്യാഖ്യാന രീതികളെ പറ്റി കുറച്ചുകൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ അത് കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. Then we looked at how we are going to study this. നാം ഇതെങ്ങനെ പഠിക്കുവാൻ പോകുന്നു എന്ന് നാം കഴിഞ്ഞ വർഷം ഓർക്കുകയുണ്ടായി. And what we are going to do is we are only going to get practical applications from this books that we can apply in our life and in our relationship between our bridegroom. നമ്മുടെ മണവാളനായ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ജീവിതവുമായി പ്രായോഗിക തലത്തിൽ ഇതിനെ എങ്ങനെയൊക്കെ നമുക്ക്
അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്കതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ള കാര്യത്തിൽ മാത്രമാണ് നാം കേന്ദ്രീകരിക്കുന്നത്. Then we had a look at the title of this book. അതിനുശേഷം നാം ഉത്തമഗീതം എന്ന് പറയുന്ന ആ പദപ്രയോഗത്തിന് അതിന്റെ ആ തലക്കെട്ടിനെ പറ്റി നാം അല്പം ചിന്തിക്കുകയുണ്ടായി. And we saw many other similarly structured phrases in the Bible. അങ്ങനെ ഘടനയുള്ള ഇങ്ങനെയുള്ള സോങ് ഓഫ് സോങ്സ് അല്ലെങ്കിൽ ഉത്തമഗീതത്തെ പറ്റി അങ്ങനെയുള്ള ചില വാക്കുകൾ വേദപുസ്തകത്തിൽ വേറെ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നതും നാം ചിന്തിക്കുകയുണ്ടായി. A few of these being heaven of heavens, vanity of vanities, king of kings, lord of lords, and others. രാജാതി രാജാവ്, സ്വർഗാതി സ്വർഗം, മായ മായ എന്ന് പറഞ്ഞ പദപ്രയോഗങ്ങളെല്ലാം ഈ ഗീതങ്ങളിൽ ഏറ്റവും ഉത്തമമായ ഗീതത്തിന് തലക്കെട്ടിന് സാമ്യമുള്ളതായി നാം കാണുകയുണ്ടായി. And we ended by looking at a quote that brought all these phrases together and apply it to the Lord Jesus Christ himself. അങ്ങനെയുള്ള ഫ്രേസസിനെല്ലാം ഒരുമിച്ച് കൊണ്ടുവരുന്ന ഒരു കോട്ട് നാം ഒരുമിച്ച് ചിന്തിക്കുകയും ഉണ്ടായി. So in the will of God today, I want to go into the text. ദൈവഹിതമനുസരിച്ച് ഇന്ന് ഈ വേദപുസ്തകത്തിന്റെ ഈ ഉത്തമഗീതത്തിന്റെ വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Before that, I would just like to interpret verse 2 using these three views. ഇതിന്റെ രണ്ടാം വാക്യത്തിൽ, ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം നാം മുമ്പ് സംസാരിച്ചതുപോലെ തന്നെ ഒരു ഉദാഹരണമായി മൂന്ന് വ്യാഖ്യാന രീതികൾ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്നൊന്ന് വേഗത്തിൽ ഓടിച്ചു നോക്കാൻ ആഗ്രഹിക്കുന്നു. This is just to actually make you grasp what is the difference between these three interpretations. അതുകൊണ്ട് നമ്മൾ മുമ്പ് ചിന്തിച്ച ആ മൂന്ന് വ്യാഖ്യാന രീതിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ഒരു ഉദാഹരണത്തിലൂടെ മാത്രം കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. I will not go into much detail right now. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. So reading the first phrase of verse 2, let him kiss me with the kisses of his mouth. നമ്മൾ അതിന്റെ രണ്ടാമത്തെ വാക്യം നാം വായിക്കുന്നത് അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. So now here we read about kisses of his mouth. അവന്റെ അധരങ്ങളുടെ ചുംബനത്തെ പറ്റി നമ്മൾ വായിക്കുന്നു. So if it is a naturalistic view, the first viewpoint, അക്ഷരാർത്ഥത്തിൽ മാത്രമുള്ള ഒരു വ്യാഖ്യാന രീതിയാണെങ്കിൽ, it basically tells us this only refers to the kisses between the romantic relationship between Solomon and his bride. ശലോമോനും തന്റെ മണവാട്ടിയുമുള്ള ആ പ്രണയ ബന്ധത്തിന്റെ സ്നേഹബന്ധത്തിൽ മാത്രം ഉൾക്കൊണ്ടു നിൽക്കുന്നു ആ വാക്യം എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. There is no spiritual significance. അതിനകത്ത് വേറെ യാതൊരു ആത്മീക അർത്ഥങ്ങളുമില്ല. So the interpretation would be only limited to Solomon and his wife. അതുകൊണ്ട് ശലോമോനും മണവാട്ടിയും അല്ലെങ്കിൽ ചൂലങ്കാറ്റും തമ്മിലുള്ള ആ പ്രണയ ബന്ധത്തിൽ ഉൾക്കൊണ്ടു നിൽക്കുന്ന സ്നേഹത്തിന്റെ പ്രദർശനമായി മാത്രം അതിനെ അനുമാനിക്കാൻ കഴിയുകയുള്ളൂ. Now the other extreme that we talked about was the allegorical view. വേറൊരു വ്യാഖ്യാന രീതിയാണ് നാം ഓർത്തത് ഭാവനാത്മകമായുള്ള ഒരു വ്യാഖ്യാന രീതി. And in the allegorical view, they would say that the kisses of his mouth does not refer to physical kisses at all. It just refers to the words of his mouth. അവിടെ അധരങ്ങളാലുള്ള ചുംബനം എന്ന് വെച്ചാൽ ഭാവനാത്മകമായുള്ള വ്യാഖ്യാന രീതിയിൽ അധരങ്ങളാലുള്ള ചുംബനം എന്ന് വെച്ചാൽ അക്ഷരാർത്ഥത്തിലുള്ള ചുംബന രീതിയല്ല. പക്ഷേ അത് അല്ലെങ്കിൽ മണവാളിന്റെ വായിലെ വാക്കുകൾ അല്ലെങ്കിൽ തന്റെ വചനങ്ങളാണ് അതിനെ കാണിക്കുന്നു എന്ന് ഭാവനാത്മകമായുള്ള വ്യാഖ്യാന രീതിയിൽ അനുമാനിക്കുന്നു. So they don't believe that there is any literal meaning to this. The only meaning is the allegorical meaning. അതുകൊണ്ട് അവരും ഈ ഭാവനാത്മകമായി ഇതിനെ വ്യാഖ്യാനിക്കുന്നവർ വാദിക്കുന്നത് ഇതിനകത്ത് അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥമില്ല. ചുംബനം എന്ന് വെച്ചാൽ അധരങ്ങളുള്ള ചുംബനം എന്ന് വെച്ചാൽ മണവാളന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളെ മാത്രം അത് കാണിക്കുന്നു എന്ന് അവർ അനുമാനിക്കുന്നു. And when I said that only, you must have realized what the problem with this viewpoint is. അതങ്ങനെ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ വ്യാഖ്യാന രീതിക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ. Where did we get that the kisses of his mouth is equal to the words of his mouth? No idea. അവന്റെ അധരങ്ങളാലുള്ള ചുംബനം അവന്റെ വായിലെ വാക്കുകളാണ് എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് നിന്ന് ഒരു കാരണവശാലും അനുമാനിക്കുവാൻ കഴിയില്ല. So that depends on who is preaching. അത് ആരാണ് പ്രസംഗിക്കുന്നത് അതിന് വ്യാഖ്യാന രീതി കൊടുക്കുന്നതിന്റെ ആളിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള വ്യാഖ്യാന രീതികൾ പ്രചരിക്കപ്പെടുന്നത്. One person would interpret it in one way, the other person can interpret it in another way. ഒരു വ്യക്തിക്ക് അവന്റേതായ രീതിയിൽ വ്യാഖ്യാനിക്കാം, വേറൊരു വ്യക്തിക്ക് വേറൊരു രീതിയിൽ വ്യാഖ്യാനിക്കാൻ കഴിയും. That is the biggest problem with the allegorical view. അതുകൊണ്ടാണ് ഭാവനാത്മകമായി ഉള്ള വ്യാഖ്യാന രീതികൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രീതി മാത്രം നാം നോക്കിയാൽ
വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കാൻ കഴിയുക ഇല്ല എന്ന് നാം ചിന്തിക്കുന്നത്. And the third view that we looked about was a typical view. മൂന്നാമത്തെ വ്യാഖ്യാന രീതിയാണ് നാം ചിന്തിച്ചത് സാദൃശ്യപരമായുള്ള വ്യാഖ്യാന രീതി. And in the typical view, we would see that this refers to the historical, the romantic relationship between the bridegroom and the bride. ഈ സാദൃശ്യപരമായ വ്യാഖ്യാന രീതിയിൽ ചരിത്രപരമായ ഈ ഉത്തമഗീതത്തിന്റെ കോണ്ടെക്സ്റ്റ് അതിന്റെ മണവാളനും മണവാട്ടിയുമായുള്ള അക്ഷരാർത്ഥത്തിലുള്ള സ്നേഹബന്ധം ഉൾക്കൊള്ളുന്നു. While that is true, in the spiritual sense, it would also be a picture of intimacy between Israel and Jehovah and between Christ and the church. അതോടൊപ്പം ആത്മീയമായ വ്യാഖ്യാന രീതിയിൽ ഇതിനെ പഴയ നിയമത്തിലെ ഇസ്രായേലും പുതിയ നിയമത്തിലെ സഭയും മണവാളനും മണവാട്ടിയും യഹോവയും ഇസ്രായേലും കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തെയും അത് ചൂണ്ടിക്കാണിക്കുന്നു. Then when I said that we will be looking at a practical view of this, അതിനുശേഷം ഇതിന്റെ പ്രായോഗികമായ തലത്തിൽ നാം ഇതിനെ ചിന്തിച്ചാൽ, so what we will be looking at if we would study this word is how will it apply to married life today? വ്യക്തിപരമായ കുടുംബജീവിതത്തിലേക്ക് ഇതിനെ എങ്ങനെ നമുക്ക് പ്രായോഗികമാക്കാം? How will this be applied in the spiritual life of an individual believer? എങ്ങനെ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിലേക്ക് ഇതിനെ പ്രായോഗികമാക്കാം? So I hope you got an idea of this let him kiss me with the kisses of his mouth, how the different viewpoints actually come up with the interpretations of it. അതുകൊണ്ട് ഈ പല വ്യാഖ്യാന രീതികളുടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. We will now briefly look at how to identify the speakers before we go into the text. എങ്ങനെയാണ് നമുക്ക് ഈ ഉത്തമഗീതത്തിൽ സംഭാഷിക്കുന്നവരുടെ ആരോട് സംസാരിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്? And most of the time it is very simple. പല ഇതിന്റെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇത് വളരെ ലളിതമായി തന്നെ നമുക്ക് അതിന്റെ ഒരു കൺക്ലൂഷനെ കടന്നു വരുവാൻ കഴിയും. When the masculine pronouns are used, mostly the bride is addressing the bridegroom, and when the feminine pronouns are used, the bridegroom is addressing the bride. പുല്ലിംഗത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ മണവാട്ടി മണവാളനെ അഭിസംബോധന ചെയ്യുകയും സ്ത്രീലിംഗത്തിൽ നാം കാണുന്നെങ്കിൽ അത് മണവാളൻ മണവാട്ടി അഭിസംബോധന ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും. And so if in verse 2 if we read, let him kiss me with the kisses of his mouth, those are both masculine pronouns, him and his. That means it is the Shulamite that is speaking to Solomon. അവൻ തന്റെ അതിരങ്ങളെ തന്നെ ചുംബിക്കട്ടെ എന്ന് രണ്ടാം വാക്യത്തിൽ വായിക്കുന്നത് ശൂലേംകാരത്തി തന്റെ മണവാളനെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അവിടെ സംഭാഷിക്കുന്നത് ശൂലേംകാരത്തി തന്റെ മണവാളനോടാണ്. The next way of determining is, whenever you see my beloved, it is always the bride addressing the bridegroom. എന്റെ പ്രിയെ എന്ന് നാം എവിടൊക്കെ കാണുന്നു, അത് എന്റെ പ്രിയൻ എവിടൊക്കെ എന്ന് നാം കാണുന്നു, അവിടെ മണവാട്ടി മണവാളനെ അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. And whenever we see my love, my fair one, it always the bridegroom that is addressing the bride. എന്റെ പ്രിയ അല്ലെങ്കിൽ എന്റെ സൗന്ദര്യമുള്ള എന്റെ പ്രിയ എന്ന അതിസുന്ദരിയെ എന്നൊക്കെ നാം അവിടെ കാണുന്ന പദപ്രയോഗം മണവാളൻ മണവാട്ടി അഭിസംബോധന ചെയ്യുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയും. So that would be a rough idea of how to find out the speakers. അതുകൊണ്ട് ആ ഒരു റഫ് ഔട്ട്ലൈൻ വെച്ച് നമുക്ക് ഇതിനകത്ത് ആരോട് സംസാരിക്കുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കുവാൻ കഴിയും. Like I mentioned last week, this is a song of the heavenly bride growing in love. സ്വർഗീയമായ മണവാട്ടി സ്നേഹത്തിൽ വളരുന്നതിന്റെ ഒരു സൂചകമാണ് ഉത്തമഗീതത്തിൽ നാം കാണുവാൻ കഴിയുന്നത്. Basically, this is a matter of the heart. ഇത് ഹൃദയപരമായി ആന്തരികമായ ഒരു സ്നേഹബന്ധത്തിന്റെ വളർച്ചയാണ് നാം കാണുന്നത്. If you recollect, in Ecclesiastes, man's heart is too large for the subject. നമുക്കറിയാം സഭാപ്രസംഗിയുടെ പുസ്തകം നാം ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയം വളരെ വലുതായി തന്നെ അതിനെ ചിത്രീകരിച്ചിരിക്കുന്നു. So the subject is the world and all its pleasures, and man's heart is too large, it cannot satisfy. മനുഷ്യന്റെ ഹൃദയത്തിനെ പ്രീതിപ്പെടുത്തുവാൻ അതിനെ സംതൃപ്തിയിലേക്ക് നയിക്കുവാൻ ലൗകികമായ ഭൗമികമായ ഒരു കാര്യത്തിലും സാധിക്കുന്നില്ല എന്ന് നാം സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നാം കാണുന്നു. And in the Song of Songs, the subject is too large for the heart. അതേ കാര്യം ഉത്തമഗീതത്തിൽ നാം നോക്കിയാൽ ഈ സ്നേഹം നിറഞ്ഞു കവിയുന്നതായി നമുക്ക് കാണുവാൻ കഴിയും.
So that is focusing on the aspect of communion, as I mentioned last week. അത് ഒരു രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ സംസർഗം, കൂട്ടായ്മ അതിനെ കാണിക്കുന്നു. The subject is not of the song is not the coming of a person to the Savior, but the communion with the Savior. ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ട് രക്ഷകർത്താവിന്റെ അടുക്കിലേക്ക് വരുന്ന പ്രക്രിയയല്ല ഉത്തമഗീതത്തിൽ നാം കാണുന്നത്. ഇവിടുത്തെ പ്രമേയം ആ കർത്താവുമായുള്ള ഒരു വ്യക്തിയുടെ അകമഴിഞ്ഞ ബന്ധം, അഗാധമായ സ്നേഹബന്ധത്തിന്റെ വളർച്ചയാണ് ഉത്തമഗീതത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ കഴിയുന്ന പ്രമേയം. It is not the coming of the soul to Christ, but it is the coming of Christ to the soul. ഇത് ആത്മാവ് കർത്താവിന്റെ അടുക്ക് പോകുന്നതല്ല, കർത്താവ് തന്റെ മണവാട്ടിയുടെ പ്രാണനിലേക്ക്, അവരുടെ ഹൃദയത്തിലേക്ക് കയറിച്ചെന്ന് അവിടെ ആ സ്നേഹത്തിന് വളർച്ച ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. So at the end of all this, my sincere prayer is that our communion, our intimate relationship with the Lord Jesus would increase in its quality, so that we would be much more close to him, so that we would desire him much more in the days to come. അതുകൊണ്ട് ഈ പഠനത്തിന്റെ അവസാനം നമ്മുടെ ഹൃദയത്തിന്റെ കർത്താവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ സംസർഗത്തിന്റെ ഗുണനിലവാരം അത് വർദ്ധിച്ച് കർത്താവുമായ അഗാധമായ ഒരു സ്നേഹബന്ധം, അഗാധമായ ആഴമേറിയ ഒരു ബന്ധത്തിലേക്ക് നമ്മളെ ഇത് നയിക്കുവാൻ ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. So with that, let us come to the text. അത് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്യത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ തിരിക്കട്ടെ. So first of all, let me actually give you so you don't have to write down all this. So we have divided the whole thing into 7 idylls. That is why I told you to remember that word. 8 അധ്യായങ്ങളിലെ ഈ കാവ്യങ്ങൾ നാം 7 ഇടലുകളായിട്ട് നാം അതിനെ തിരിച്ചിട്ടുണ്ട്. So there are 7 short poems contained, or short songs contained in the Song of Songs. അതുകൊണ്ട് 7 ചെറിയ കാവ്യങ്ങൾ ഉത്തമഗീതത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. And we will first read, so the first idyll is what we are going to meditate for the next 2, 3, 4 weeks probably. അടുത്ത 2, 3, 4 ആഴ്ചകൾക്ക് നാം ആദ്യത്തെ ഇടലിനെ നാം കേന്ദ്രീകരിച്ച് ധ്യാനിക്കാൻ പോവുകയാണ്. And that would be Song of Songs chapter 1 verse 1 to Song of Songs chapter 2 verse 7. ഒന്നാം അധ്യായം 2-ാം വാക്യം മുതൽ 2-ാം അധ്യായം 7-ാം വാക്യം വരെ ഒന്നാമത്തെ ഇടൽ നമുക്ക് കാണുവാൻ കഴിയും. And 2 verse 7 ends like this: I charge you, O ye daughters of Jerusalem, by the roes and by the hinds of the field, that he stir not up nor awake my love till he please. അതിന്റെ ആ ഇടിൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: യെരൂശലേം പുത്രിമാരെ, വയലിലെ പെരുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുവോളം അതിനെ ഇളക്കരുത്, ഉണർത്തുകയുമരുത്. And this is something that we will find repeated again and again as we go through this book. ഈ പദപ്രയോഗം പല ഇടലുകളായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. So the first section, that is the first idyll from verse 2 to 2 verse 7, can be divided into 2 titles. ആദ്യത്തെ ഇടിൽ, അതായത് 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ 2-ാം അധ്യായം 7-ാം വാക്യം വരെ 2 പ്രത്യേകമായ തലക്കെട്ടിലേക്ക് നമുക്കതിനെ തിരിക്കുവാൻ കഴിയും. 1 verse 2 to verse 7, you can see that communion is desired. The bride is desiring communion with the groom. നമുക്കറിയാം, ആ ഒന്നാമത്തെ ഇടിൽ ഈ മണവാട്ടി തന്റെ മണവാളനുമായി സംസർഗം ആഗ്രഹിക്കുന്ന കാര്യം നമുക്ക് കാണുവാൻ കഴിയും. And then as a result of that, from chapter 1 verse 8 to chapter 2 verse 7, we see the communion is being enjoyed. ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സംസർഗം താൻ ആഗ്രഹിക്കുകയും അത് തനിക്ക് ലഭിക്കുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്നതായി 1-ാം അധ്യായം 8-ാം വാക്യം മുതൽ 2-ാം അധ്യായം 7-ാം വാക്യം വരെ നമുക്ക് കാണുവാൻ കഴിയും. So we would actually go with the first one today. We start the first one today. That would be communion desired. അതുകൊണ്ട് സംസർഗം ആഗ്രഹിക്കുന്ന ഈ മണവാട്ടിയെ കേന്ദ്രീകരിച്ച് നാം ഇന്നത്തെ സന്ധ്യ ആരംഭിക്കുവാൻ പോകുന്നു. So let us read, Toby, if you could help me, chapter 1 verse 2 to verse 7. 1-ാം അധ്യായം 2-ാം വാക്യം മുതൽ 7-ാം വാക്യം വരെ ഞാൻ വായിക്കുന്നു. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു, നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. നിന്റെ പിന്നാലെ എന്നെ വലിക്കുക, നാം ഓടിപ്പോകുക. രാജാവ് എന്നെ പള്ളിയറകളിലേക്കും കൊണ്ടുവന്നിരിക്കുന്നു. ഞങ്ങൾ നിന്നിൽ ഉല്ലസിച്ച് ആനന്ദിക്കും. നിന്റെ പ്രേമത്തെ വീഞ്ഞിനേക്കാൾ ശ്ലാഘിക്കും. നിന്നെ സ്നേഹിക്കുന്നത് ഉചിതം തന്നെ. യെരൂശലേം പുത്രിമാരെ, ഞാൻ കറുത്തവളെങ്കിലും കേദാര്യ കൂടാരങ്ങളെ പോലെയും
ശലോമോന്റെ തിരശീലകളെ പോലെയും അഴകുള്ളവളാകുന്നു. എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കയാലും എന്നെ തുറിച്ച് നോക്കരുത്. എന്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എന്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല താനും. എന്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക, നീ ആടുകളെ മേയ്ക്കുന്നത് എവിടെ? ഉച്ചയ്ക്ക് കിടത്തുന്നത് എവിടെ? നിന്റെ ചങ്ങാതിമാരുടെ ആട്ടിൻകൂട്ടങ്ങൾക്കരികെ ഞാൻ മുഖം മൂടിയവളെ പോലെ ഇരിക്കുന്നത് എന്തിന്? May God add his blessings to the reading of his word. ദൈവം തന്റെ അനുഗ്രഹം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. So I mentioned earlier about communion. ഞാൻ നേരത്തെ ഓർപ്പിച്ച പോലെ സംസർഗം, കൂട്ടായ്മ എന്നുള്ള വിഷയത്തെ പറ്റി ഞാൻ സംസാരിക്കുകയുണ്ടായി. The great truth of the Pauline epistle in in the prison epistles that we studied is we are brought into a relationship where Christ is in us and we are in Christ. കാരാഗ്രഹ ലേഖനത്തിലൂടെയൊക്കെ ഉടനീളം പൗലോസ് പറയുന്ന ഒരു കാര്യമാണ്, കർത്താവായ യേശുക്രിസ്തുവുമായ വ്യക്തിപരമായ ഒരു ബന്ധത്തിലേക്ക്, സംസർഗത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് നമ്മളെ കൊണ്ടുവരികയും ക്രിസ്തു നമ്മിലും നാം ക്രിസ്തുവിലും വസിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. And as I mentioned last week, we have had a moment in our life when we established a union with the Lord Jesus. കർത്താവായ യേശുക്രിസ്തുവുമായി ഐക്യമതപ്പെട്ട ഒരു നിമിഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കുണ്ടായിട്ടുണ്ട്. But there have been many times in our life where the communion with the Lord is fluctuating. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധം, ആ സംസർഗത്തിന്റെ അളവ് പല അളവുകോലായി തന്നെ ഇരിക്കുന്നു എന്ന് നമുക്കറിയാം. God does not wait until you are perfect before he can enjoy you. നാം പൂർണ്ണരായി തീരുന്നു കഴിഞ്ഞാൽ മാത്രമേ ദൈവം നമ്മിലുള്ള ആ ബന്ധം താൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നത്. He loves you just as you are weak and immature and imperfect and incomplete. ബലഹീനവും പൂർണ്ണതയില്ലായ്മയുള്ള നമ്മുടെ ഈ വ്യക്തിത്വത്തിൽ തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുകയും അതിൽ ആസ്വദിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ്. It is like Jesus placing a crown on your head and then watching you grow up to it. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ തലയിൽ ഒരു കിരീടം വെച്ച് ആ കിരീടത്തിന്റെ ഗുണനിലവാരത്തോളം നാം വളരുന്നത് കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു ബന്ധമാണ് കർത്താവ് നമ്മളിൽ ആഗ്രഹിക്കുന്നത്. And that is achieved by intimate communion with the Lord Jesus. ആ കാര്യം കർത്താവ് സാധിച്ചെടുക്കുന്നത്, ആഗ്രഹിക്കുന്നത് കർത്താവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ നാം വളർന്നു കഴിഞ്ഞാൽ മാത്രമേ അത് സാധിക്കുന്നുള്ളൂ. And this whole song is a dialogue of love between two people who are so much in love with one another and they are looking for language to express the praise and beauty of the other person better than the other person. രണ്ട് വ്യക്തികൾ അന്യോന്യം പൂർണ്ണമായി സ്നേഹിക്കുകയും രണ്ട് വ്യക്തികൾ ഭാഷയുടെ സ്വാധീനം ഉപയോഗിച്ച് മറ്റൊരാളെക്കാളും തന്റെ സ്നേഹം പ്രദർശിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന രണ്ട് വ്യക്തികളെ കാണുവാൻ കഴിയും. So that is why I said the song is a song of communion. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഉത്തമ ഗീതം സംസർഗത്തിന്റെ, കൂട്ടായ്മയുടെ, അഗാധമായ ബന്ധത്തിന്റെ ഗാനമാണ്. And notice that there is not even a single reference of sin or pardon or forgiveness. പാപത്തോടോ അല്ലെങ്കിൽ ക്ഷമയെ പറ്റിയുള്ളോ പാപക്ഷമയെ പറ്റിയുള്ളോ ഒരു കാര്യവും ഈ ഉത്തമ ഗീതത്തിൽ നാം കാണുവാൻ കഴിയുന്നില്ല. All that is settled and all that is assured. എല്ലാ കാര്യങ്ങളും എന്നേക്കുമായി സ്ഥിരപ്പെടുത്തുകയും അതിന്റെ കാര്യങ്ങൾക്കെല്ലാം ഒരു പര്യവസാനം കണ്ടിട്ടാണ് ഈ ഉത്തമ ഗീതത്തിനെ അവർ വീക്ഷിക്കുന്നത്. And these things that are written in this book is about those who are already in a relationship. കർത്താവായ യേശുക്രിസ്തുവുമായി വ്യക്തിബന്ധം ആരംഭിച്ചവരെ പറ്റിയുള്ള ഒരു ഗീതമാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. That is why there is no reference to sin or forgiveness or anything. അതുകൊണ്ട് തന്നെ പാപമോ പാപത്തിന്റെ ക്ഷമയോ പാപത്തിന്റെ പ്രവൃത്തിയുടെ നീതി പ്രവൃത്തി അതൊന്നും നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നില്ല. It is already assumed that you are in a relationship. You have union with the Lord. പാപസംബന്ധമായ ഒരു കാര്യം നമ്മൾ അത് കാണാത്തത് കൊണ്ട് കർത്താവുമായ ഒരു ബന്ധം നാം ഓൾറെഡി സ്ഥാപിക്കപ്പെട്ടു എന്ന് നാം ഇതിനകത്ത് അനുമാനിക്കുകയാണ്. And the Lord Jesus never scares us into submission, but he tries to woo us into that intimate fellowship and friendship with him. ഭയപ്പെടുത്തി തന്നോട് കീഴ്പ്പെടുത്തിയ ഒരു ബന്ധത്തിലേക്കല്ല കർത്താവ് ഈ ഉത്തമ ഗീതത്തിൽ നമ്മുടെ ബന്ധം ആഗ്രഹിക്കുന്നത്. നാം ഇവിടെ കാണുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ സ്നേഹം പകർന്നു ആ സ്നേഹത്തിൽ നമ്മളെ താൻ അംഗീകരിച്ച് താൻ ഒരു ബന്ധം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. And in the portion that we read just now, we see that the Shulamite is desiring three things. നാം ഇപ്പോൾ വായിച്ച ആ വേദഭാഗത്തിൽ മൂന്ന് പ്രത്യേകമായ കാര്യങ്ങൾ താൻ അവിടെ ആഗ്രഹിക്കുകയാണ് ശൂലേംകാരത്തി. And it is very clear in the King James version. King James version നമുക്ക് അതിനെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് നമുക്ക് കാണുവാൻ കഴിയും. Because it is phrased similarly. കാരണം അത് ഒരു ആ ഭാഷയിൽ തന്നെ അത് കറക്റ്റ് ആയിട്ട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. In verse 2 we have the first desire, kiss me. രണ്ടാം വാക്യത്തിൽ ആദ്യത്തെ തന്റെ ആഗ്രഹം നാം വായിക്കുന്നത്
എന്നെ ചുംബിക്കട്ടെ, അതിരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. In verse 4, we have the second desire, draw me. 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിന്റെ പിന്നാലെ എന്നെ വലിക്കുക. In verse 7, we have the third desire, tell me. 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എന്നോക്ക് പറഞ്ഞു തരിക, എന്റെ പ്രാണപ്രിയനെ പറഞ്ഞു തരിക. Kiss me, draw me, tell me. എന്നെ ചുംബിക്കുക, എന്നെ നിന്റെ പുറകെ വലിക്കുക, എന്നോട് പറഞ്ഞു തരിക. These are the three great desires of communion. സംസർഗത്തിന്റെ 3 പ്രത്യേകമായ ആഗ്രഹങ്ങൾ ശൂലേംകാരത്തി താൻ ഇവിടെ പ്രദർശിപ്പിക്കുന്നു. And today in the will of God, we will look at the first desire, kiss me. ഒന്നാമത്തെ തന്റെ ആഗ്രഹം തന്നെ ചുംബിക്കുവാനുള്ള, മണവാളൻ തന്നെ ചുംബിക്കട്ടെ എന്നുള്ള ആഗ്രഹത്തെ പറ്റി കുറച്ച് കാര്യം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നു. Let me read verse 2 once again in English. Let him kiss me with the kisses of his mouth, for thy love is better than wine. Because of the savor of thy good ointments, thy name is as ointment poured forth. Therefore do the virgins love thee. അവൻ തന്റെ അതിരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു, നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു, അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. Oh, what wonderful words those are. എത്രയോ മനോഹരമായ പദപ്രയോഗങ്ങൾ. A kiss is one of the tenderest expressions of love known to man. മനുഷ്യന് അറിയാവുന്ന രീതിയിലുള്ള ഏറ്റവും ടെൻഡറായ, ഏറ്റവും ലളിതമായ സ്നേഹം നിറഞ്ഞ ഒരു പ്രദർശനമാണ് ചുംബനം എന്ന് പറയുന്നത്. Every person can understand its meaning. എല്ലാ ആളുകൾക്കും അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ കഴിയും. No matter you're rich or poor or black or white or whichever culture you are, every person can understand the meaning of a kiss. ഏത് സംസ്കാരത്തിലായാലും, ഏത് രീതിയിലുള്ള ആളുകളായാലും, ധനികനായാലും പാവപ്പെട്ടവനായാലും, ഈ ചുംബനത്തിന്റെ ആ സ്നേഹത്തിന്റെ ആ പ്രദർശനം എന്താണെന്ന് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകും. A kiss is the first thing that we give to a newborn baby as he or she enters the world, and it is the last thing we give to a loved one who leaves this world. ജനിച്ചു വീഴുന്ന കുഞ്ഞിന് നാം ആദ്യമായി നമ്മുടെ സ്നേഹത്തിന്റെ പ്രദർശനമായ ഒരു ചുംബനം കൊടുക്കുകയും ഈ ഭൂമി വിട്ടു പോകുന്ന ആൾക്ക് വേണ്ടി നാം അവസാനം കൊടുക്കുന്ന സ്നേഹത്തിന്റെ പ്രദർശനമാണ് ചുംബനം. And the longing for a kiss is deep in the heart of every human being. ഒരു ചുംബനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യ ഹൃദയങ്ങളും. We all want that tender show of affection from others. മറ്റുള്ളവരിൽ നിന്നുള്ള ആ ഒരു പ്രത്യേകമായ സ്നേഹത്തിന്റെ പ്രദർശന രീതി ആഗ്രഹിക്കുന്നവർ. Kisses are a powerful expression of intimacy. വളരെ അഗാധമായ ബന്ധത്തിന്റെ ശക്തമായ പ്രദർശന രീതിയാണ് ചുംബനം. But does the Lord Jesus love me that much? അങ്ങനെ എന്നെ സ്നേഹിക്കുവാൻ കഴിയുന്ന ആളാണോ കർത്താവായ യേശുക്രിസ്തു? Have we ever thought of the Lord Jesus being in that love relationship with us? ആ ഒരു സ്നേഹ ബന്ധത്തിൽ കർത്താവിനെ നാം നമ്മുടെ മനസ്സിൽ ചിത്രീകരിച്ചിട്ടുണ്ടോ? We often think of him as a king. We often think of him as our savior, as our redeemer, as our master. Oh, but do we think of him as our lover, as our beloved? നമ്മുടെ രാജാവായി, നമ്മുടെ കർത്താവായി, നമ്മുടെ യജമാനനായി, നമ്മുടെ ദൈവമായൊക്കെ നാം അവനെ കാണുന്നു എങ്കിലും നമ്മുടെ ഒരു മണവാളനായി, നാം ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി എന്ന നിലയിൽ നാം കർത്താവായ യേശുക്രിസ്തുവിനെ ചിത്രീകരിച്ചിട്ടുണ്ടോ? And do we desire like this person, like this Shulamite is desiring, let him kiss me with the kisses of his mouth? അവന്റെ അതിരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ എന്ന് ശൂലേംകാരത്തി പറയുന്ന ആ ആഗ്രഹം പോലെ കർത്താവിനോട് നാം ആഗ്രഹിച്ചിട്ടുണ്ടോ? Notice a few things. First, let him kiss me. നമ്മൾ വായിക്കുന്നത് അവൻ എന്നെ ചുംബിക്കട്ടെ. Who is she talking to? ആരോടാണ് താൻ ഈ ശൂലേംകാരത്തി സംസാരിക്കുന്നത്? He's talking to the king. She is talking to the king. താൻ രാജാവിനോടാണ് സംസാരിക്കുന്നത്. A king usually receives kisses. ഒരു രാജാവ് സാധാരണ നിലയിൽ ചുംബനം ലഭിക്കുന്നയാളാണ്. There are people, when they come to the courts, so it all depends on which status you are. Sometimes you have to kiss the ground in front of the throne. Sometimes you have to kiss the feet of the king. Some people get the chance to kiss the hand of the king, which is considered a great honor. രാജാവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ പല തരത്തിലുള്ള ആളുകൾക്ക് പല തരത്തിലാണ് അവരുടെ സ്നേഹം, അവരുടെ ബഹുമാനം പ്രദർശിപ്പിക്കാൻ കഴിയുന്ന. ചില ആളുകൾ അവർ നിൽക്കുന്ന ആ നിലം തന്നെ ചുംബിച്ച് രാജസന്നിധിയിൽ നിൽക്കും. ചില ആളുകൾക്ക് രാജാവിന്റെ കാൽ ചുംബിക്കുവാൻ അനുവാദമുണ്ട്. ചില ആളുകൾക്ക് തന്റെ കൈകൾ ചുംബിക്കുവാൻ അനുവാദമുണ്ട്. അങ്ങനെ പല രീതിയിലാണ് പലർക്കും സ്നേഹം പ്രദർശിപ്പിക്കുവാൻ കഴിയുന്നത്.
And this is not just any king. He is King Solomon, the greatest of those kings of the earth, the fame of whom has gone throughout all the world at that time. എന്നാൽ ഇവിടെ ശുഭലൻ ഭർത്തി ആഗ്രഹിക്കുന്നത് ശലോമോനായ ഏറ്റവും വലിയ രാജാക്കന്മാരിൽ ഒരു രാജാവായ ശലോമോൻ തന്റെ ആ ആ ആ പ്രശസ്തി ലോകം മുഴുവൻ കടന്നുപോയ ഒരു വലിയ രാജാവിന്റെ ചുംബനമാണ് താൻ ഇവിടെ ആഗ്രഹിച്ചു പറയുന്നത്. അവൻ എന്നെ ചുംബിക്കട്ടെ. But when she comes into that relationship with him, she desires the kisses of his mouth. ആ രാജാവുമായുള്ള ഒരു ബന്ധത്തിലേക്ക് താൻ കടന്നു വരുമ്പോൾ രാജാവിന്റെ ചുംബനം താൻ ആഗ്രഹിക്കുകയാണ്. You notice that the Shulamite does not mention who him is. നമ്മൾ ഇവിടെ ശ്രദ്ധിച്ചാൽ ആരാണ് ഈ അവൻ എന്നുള്ള കാര്യം ശൂലംകാരത്തി ഇവിടെ പ്രസ്താവിക്കുന്നില്ല. Oh, she is so much in love with him, all her thoughts are full of him, that she just assumes that everybody knows who she is talking about. തന്റെ ആരെയാണ് താൻ സ്നേഹിക്കുന്നത്, ആരെ പറ്റിയാണ് താൻ സംസാരിക്കുന്നു എന്നുള്ളത് തന്റെ ആ സ്നേഹത്തിന്റെ ആ നിറവിൽ നിന്നുകൊണ്ട് താൻ ആരെ പറ്റി സംസാരിക്കുന്നു ആളുകൾക്ക് മനസ്സിലാകും എന്ന് താൻ പ്രതീക്ഷിച്ചാണ് താൻ ഇവിടെ പ്രസ്താവിക്കുന്നത്. She does not give a name. She just assumes that him means her beloved. താൻ ഇവിടെ ഒരു പേര് നൽകുന്നില്ല. അവൻ എന്ന് താൻ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് തന്റെ പ്രാണപ്രിയനാണ് എന്നുള്ളത്, ശൂലേംകാരത്തിയുടെ പ്രാണപ്രിയനാണെന്നുള്ളത് താൻ മറ്റുള്ളവർ മനസ്സിലാക്കുമെന്ന് താൻ അവിടെ കരുതുകയാണ്. Please turn over to John chapter 20. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നാം തിരിഞ്ഞാൽ we see a similar person who was so much in love with the Lord Jesus that she did not even care to mention his name. 20-ാം അധ്യായത്തിൽ കർത്താവായ യേശുവിനെ വളരെയധികം സ്നേഹിച്ച ഒരാൾ തന്റെ കർത്താവിന്റെ പേര് പോലും പറയാതെ അവിടെ തന്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. John chapter 20 and verse 15, we see Mary Magdalene looking at somebody who she thought was a gardener and says, have you seen him? If you have taken him, tell me, I will come and take him away. തോട്ടക്കാരൻ എന്ന് നിരൂപിച്ചിട്ട് മഗ്ദലക്കാരിയായ മറിയ പറയാണ്, താൻ അവിടെ യേശു കർത്താവിന്റെ പേര് പറയുന്നില്ല. താൻ യജമാനനെ നീ അവനെ എന്ന പദപ്രയോഗം അവിടെ പേര് പറയുന്നില്ല. താൻ പറയുന്നത് യജമാനനെ നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക. Oh, her mind is full of him, that there is nobody else that somebody can assume. തന്റെ മനസ്സിൽ മുഴുവനും ആ കർത്താവിനെ പറ്റിയുള്ള ചിന്തയായതുകൊണ്ട് വേറെ ആരും അല്ല എന്ന് അനുമാനിക്കില്ല. അത് തന്റെ പ്രാണപ്രിയനാണ്, താൻ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് ആ മറ്റേ സംസാരം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാകണം എന്നുള്ള അസംഷനിലാണ് നാം ഇവിടെ കാണുന്ന പ്രസ്താവന. Oh, she says, let him kiss me with the kisses of his mouth. അതുകൊണ്ടാണ് ശൂലംകാരത്തി പറയുന്നത്, അവൻ എന്നെ തന്റെ അധരങ്ങളാൽ ചുംബിക്കട്ടെ. And then let us notice the word, let him kiss me. നമ്മുടെ വായിക്കുന്നത് അവൻ എന്നെ ചുംബിക്കട്ടെ. I have watched the way that he loves other people. It's so wonderful. But would he bring his kisses to me? അവൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അവൻ എന്നെ സ്നേഹിക്കുകയും അവന്റെ സ്നേഹം എന്നിലേക്ക് പകരുകയും ചെയ്യുമോ? I don't want others to tell me about it. I want to experience it myself. മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുകയല്ല അവന്റെ സ്നേഹത്തെ പറ്റി, എന്നാൽ എനിക്ക് എന്റേതായ രീതിയിൽ അത് അനുഭവിക്കണം. Paul says in Galatians 2:20, the Son of God who loved me and gave himself for me. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ വ്യക്തിപരമായി തന്നെ പറയും, എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവൻ. It is so personal. ഇത് വ്യക്തിപരമായ ഒരു സ്നേഹബന്ധമാണ്. Let him kiss me with the kisses of his mouth. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. It would be nice to just go over the various kisses given in the scripture. വേദപുസ്തകത്തിൽ ഈ ചുംബനങ്ങൾ എവിടെയൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ടോ അത് വളരെ വേഗത്തിൽ ഒന്ന് ഓടിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. And it is a very fascinating study. വളരെ രസകരമായ ഒരു പഠനം, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പഠനമാണ്. And it gives us, and it ends up humbling us so much in the presence of God. ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തുവാൻ അത് ഇടയാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. In Psalm 85 and verse 10, a portion that we have read in so many Lord's Day meetings, 85-ാം സങ്കീർത്തനത്തിൽ നാം പല പ്രാവശ്യം ഞായറാഴ്ച ദിവസങ്ങളിൽ നാം പ്രസ്താവിക്കപ്പെട്ട ഒരു വേദഭാഗമാണ്. We read of a kiss that took place at Calvary. ഈ ക്രൂശിൽ നടന്ന ഒരു ചുംബനത്തെ പറ്റി നമ്മൾ വായിക്കുകയാണ്. It's the kiss of accordance.
അവിടെ പൊരുത്തം അല്ലെങ്കിൽ അംഗീകാരത്തിന്റെ ഒരു 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 ചുംബനം നമ്മുടെ കാണുവാൻ കഴിയും. And Psalm 85 and verse 10 says, righteousness and peace have kissed each other. ദയയും വിശ്വസ്തതയും തമ്മിൽ എതിരേറ്റ് നീതിയും സമാധാനവും തമ്മിൽ ചുംബിച്ചിരിക്കുന്നു നമ്മുടെ വായിക്കുന്നു. Without righteousness, there is no peace. നീതി ഇല്ലാതെ സമാധാനം ലഭിക്കുകയില്ല. There was no way that these two could meet together. നീതിക്കും സമാധാനത്തിനും ഒരേ അളവിൽ കടന്നു എന്ന് മീറ്റ് ചെയ്യുവാൻ കഴിയുമായിരുന്നില്ല. A righteous God could never grant peace to man. ഒരു നീതിയുള്ള യഹോവയ്ക്ക് മനുഷ്യന് സമാധാനം കൊടുക്കുവാൻ കഴിയുമായിരുന്നില്ല. He had to act in righteous judgment. അവന്റെ നീതിയായുള്ള പ്രവർത്തനത്തിന്റെ രീതി അനുസരിച്ച് മനുഷ്യന് ഒരിക്കലും സമാധാനം ലഭിക്കുകയില്ല. Oh, but thanks to Calvary, righteousness and peace kissed each other. എന്നാൽ കാൽവരിയുടെ കൊലമരത്തിൽ സമാധാനവും നീതിയും ഒന്നിച്ചു വന്ന് ചുംബിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. And let us praise God for that kiss. ആ ചുംബന രീതിക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. And one day when we were brought face to face with that kiss that happened in Calvary, we gave him the kiss of acquaintance that is mentioned in Psalm 2 in the last verse. Kiss the Son. അങ്ങനെ ആ നീതിയും സമാധാനവും ചുംബിച്ചു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലാക്കി ആ കർത്താവ് എന്ന വ്യക്തിത്വത്തിനോട് നാം പരിചയപ്പെട്ടപ്പോൾ അവനുമായി നാം അടുത്തപ്പോൾ അവനുമായി ഒരു ബന്ധം സ്ഥാപിച്ചപ്പോൾ നാം അവന് കൊടുത്ത ചുംബനം നാം സങ്കീർത്തനം 2-13 വാക്യം നാം വായിക്കുന്നുണ്ട്. Kiss the Son. പുത്രനെ ചുംബിച്ചു കൊള്ളുവിൻ. Oh, one day there was in our life when we kissed the Son. വഴിയിൽ വെച്ച് നശിപ്പാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ എന്ന് നാം കാണുന്ന വാക്യത്തിൽ അതേ അടിസ്ഥാനത്തിൽ നാം എല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിനെ ചുംബിച്ച ഒരു ദിവസമുണ്ട്. Is there anyone listening to me who has not yet kissed the Son? ഈ പുത്രനെ ചുംബിക്കാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? You need to kiss the Son. Accept him as your Savior, as your Master, as your, submit yourself to him. Kiss him. അവനെ ചുംബിച്ച് അവനെ അംഗീകരിച്ച് അവനെ നിന്റെ മണവാളനായി നിന്റെ യജമാനനായി അംഗീകരിക്കുവാൻ കഴിയുന്നുണ്ടോ? And the moment that we kiss the Son, he gave us the kiss of assurance. അവനെ നാം ചുംബിച്ചു കഴിഞ്ഞപ്പോൾ അവൻ നമുക്ക് ഉറപ്പിന്റെയും ധൈര്യത്തിന്റെയും ചുംബനം നമുക്ക് മടക്കി നൽകുകയായിരുന്നു. This is what we see in Genesis 45 and verse 15. We see Joseph and his brothers in Egypt. ഈജിപ്തിൽ എത്തിയിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൽ യോസേഫും തന്റെ സഹോദരന്മാരുള്ള ആ കൂടിക്കാഴ്ച നാം ഓർക്കാറുണ്ട്. And the brothers of Joseph were really wondering, did Joseph really forgive us? ആ സഹോദരന്മാർ യോസെഫാന്ന് തിരിച്ചറിഞ്ഞ് യോസെഫ് അവരെ യഥാർത്ഥത്തിൽ തന്നെ ക്ഷമിച്ചോ എന്ന് അവര് ചിന്തിക്കുന്ന ആ സമയത്ത് Joseph hugged them and kissed them and gave them the assurance, yes, that he had really forgiven them. അവൻ യഥാർത്ഥം അവരെ ക്ഷമിച്ചു എന്നുള്ളതിന്റെ സൂചകമായി അവരെ തന്റെ മാർവോട് ചേർത്ത് അവരെ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അവർക്ക് ചുംബനം നൽകി അവരോട് ക്ഷമിച്ചു എന്നുള്ള ഉറപ്പും ധൈര്യവും അവർക്ക് അവിടെ കൊടുക്കുകയായിരുന്നു. One day the Lord Jesus, when we accepted him, he gave us that kiss of assurance. ആ ദിവസം കർത്താവായ യേശുക്രിസ്തു നമുക്ക് ആ ഉറപ്പിന്റെയും ധൈര്യത്തിന്റെയും ചുംബനം നമുക്കും നൽകി. Then we read of the prodigal son. When he returned back home, his father ran out to meet him and hugged him and kept on kissing him. The kiss of acceptance. I have accepted you back. My son was lost, but now he is found. നമുക്കറിയാം, ഉടനായ പുത്രൻ തന്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ പിതാവ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് അവനെ അംഗീകരിക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുന്നതിന്റെ സൂചകമായി അവനെ ചുംബിച്ച് അവനെ ഹാർദവമായി സ്വീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. And when a person has received this kiss of acceptance and the kiss of acquaintance, and the kiss of assurance, what he does is give the kiss of appreciation. ഇങ്ങനെ പുത്രനെ ചുംബിക്കുകയും പുത്രന്റെ ധൈര്യത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും ചുമരം നമുക്ക് മടക്കി നൽകുകയും അംഗീകാരണത്തിന്റെയും കൈക്കൊള്ളുന്നതിന്റെ സൂചകമായി അവൻ നമ്മെ ചുംബിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ നാം ബഹുമാനാർത്ഥമായി കൃതജ്ഞത നിറഞ്ഞുകൊണ്ട് അഭിനന്ദാർത്ഥമായി നാം തന്നെ ചുംബിക്കുന്നതാണ് നാം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ കാണുന്നത്. Oh, Mary Magdalene, she was forgiven much. She came and poured out the perfume in the feet of Jesus and kissed his feet. വളരെ ക്ഷമ ലഭിച്ച, വളരെ പാപങ്ങൾക്ക് പരിഹാരം കൊണ്ട ആ മഗ്ദലക്കാരി മറിയ തന്റെ പ്രാണപ്രിയന്റെ കാലിൽ ചെന്ന് ചുംബിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. When did you last give him the kiss of appreciation? എന്നാണ് നാം കർത്താവിന് അഭിനന്ദാർത്ഥമായി ബഹുമാന സൂചകമായി കൃതജ്ഞത നിറഞ്ഞുകൊണ്ട് അവനെ ചുംബിച്ചിട്ടുള്ളത്? That is a question we need to ask ourselves. അത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. And then we read here
It all leads to this, the kiss of affection in Songs of Solomon 1 and verse 2. ഒന്നാമത്തെയും രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആ സ്നേഹങ്ങൾ ആ പ്രദർശനങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ആത്മാർത്ഥമായി വാത്സല്യത്തിന്റെയും സ്നേഹത്തിന്റെയും ചുംബനം നാം പ്രാണപ്രിയനിലേക്ക് നാം പകരുന്നു. But I also want to warn you this evening. എന്നാൽ ഈ വൈകിയ സമയത്ത് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്, in Genesis 27 we read a kiss of deception. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായത്തിൽ വഞ്ചകാത്മക രീതിയിൽ തന്നെ ചുംബിച്ച ഒരാളെ പറ്റി നാം കാണുന്നുണ്ട്. Jacob kissed Isaac, who was blind, kissed him to deceive him. നമുക്കറിയാം യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിനെ വഞ്ചക രീതിയിൽ തന്നെ ചുംബിച്ച് തന്നെ വഞ്ചിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. It was not a kiss of love, it was to deceive him. He was going to deceive him. അവിടെ സ്നേഹത്തിന്റെ ഒരു സൂചകമായ ചുംബനമായിരുന്നില്ല യാക്കോബ് കൊടുത്തത്. അവിടെ തന്നെ ചുംബിച്ച് തന്നെ വഞ്ചിക്കുകയായിരുന്നു യാക്കോബ് ചെയ്തത്. And then we read of that fatal kiss, the kiss of betrayal by Judas to Jesus. ഏറ്റവും ഗുരുതരമായ ചുംബനം നമുക്കറിയാം. നാം കർത്താവായ യേശുക്രിസ്തുവിനെ ഗെത്സമനത്തോട്ടത്തിൽ വെച്ച് തന്റെ ശിഷ്യനായ യൂദാസ് ഒറ്റിക്കൊടുത്ത് ചുംബിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. When the Lord Jesus looked at him and said, Judas, do you betray the Son of Man with a kiss? യൂദയെ കണ്ടുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. അവന്റെ മുഖത്ത് നോക്കി കർത്താവ് ചോദിക്കുകയാണ്, മനുഷ്യപുത്രനെ ഒരു ചുംബനം കൊണ്ട് നീ ഒറ്റിക്കൊടുക്കുന്നുവോ? Oh, how many times we have given him the kiss of deception, that we have been hypocrites when we come and say that we are kissing him, but it's all deception. നാം പലപ്പോഴായി എത്രയോ തവണ നമ്മുടെ കപടഭക്തിയുടെ അടിസ്ഥാനത്തിൽ നാം വഞ്ചക രീതിയിൽ തന്നെ കർത്താവിനെ വന്ന് നാം ചുംബിച്ചിട്ടുണ്ട്. There is no affection, there is no appreciation, there is nothing. It's all deception. വാത്സല്യവും സ്നേഹവും ബഹുമാനവും കൃതജ്ഞതയും ഒന്നും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. Coming back to the text, let him kiss me with the kisses of his mouth. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ ചുംബിക്കട്ടെ. Give me expressions of intimacy towards me. അഗാധമായ സ്നേഹത്തിന്റെ പ്രദർശനം എനിക്ക് നൽകി തരണമേ. As far as the Lord Jesus is concerned, we all want that. കർത്താവായ യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് നമുക്ക് എല്ലാവരും അത് ആഗ്രഹിക്കുന്ന കാര്യമാണ്. We need to have more intimacy with him. കർത്താവുമായി അഗാധമായ ഒരു സ്നേഹബന്ധം നാം ആഗ്രഹിക്കുന്നു. Only if you love Christ, you will yearn for that intimacy. കർത്താവിനെ യഥാർത്ഥമായി സ്നേഹിക്കുന്ന ആൾക്ക് മാത്രമേ ഈ അഗാധമായ ആഴമേറിയ ബന്ധം ആഗ്രഹിക്കുവാൻ കഴിയുള്ളൂ. You may wonder why the bride is actually yearning, desiring so much for the kisses of his mouth, for this intimacy. എന്തുകൊണ്ടാണ് ഇവിടെ മണവാട്ടി തന്റെ മണവാളന്റെ ആ ചുംബനത്തിന് വേണ്ടി, സ്നേഹത്തിന്റെ പ്രദർശനത്തിന് വേണ്ടി ഇങ്ങനെ വാഞ്ചിച്ച് മോഹിച്ചു നിൽക്കുന്നത്? And we find a principle that is here: a Christ loved is a Christ longed for. നാം ഇവിടെ കാണുന്ന തത്വം, കർത്താവ് സ്നേഹിക്കുന്ന ആൾ കർത്താവിന്റെ സ്നേഹത്തിനായി വാഞ്ചിച്ച് മോഹിച്ചിരിക്കുന്നു. If we love Christ, we will long for him. കർത്താവിനെ നാം സ്നേഹിക്കുന്നെങ്കിൽ അവന് വേണ്ടി, അവന്റെ ആ സ്നേഹത്തിന് വേണ്ടി നാം വാഞ്ചിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ്. If you don't have this kind of desire, it means you really don't love him. കർത്താവിനെ അങ്ങനെ വാഞ്ചിക്കുകയും മോഹിക്കുകയും അഗാധമായ ഒരു ആഗ്രഹം കർത്താവിനോട് ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം കർത്താവിനോട് സ്നേഹമില്ല എന്നുള്ളതാണ്. Do we really love him? നാം യഥാർത്ഥത്തിൽ കർത്താവിനെ സ്നേഹിക്കുന്നുവോ? So today, run into the hands of your Father, and if you can ask anything in prayer, say, give me the kisses of your mouth. അതുകൊണ്ട് ഇന്ന് പിതാവിന്റെ ആ കരങ്ങളിലേക്ക് നാം ഓടിച്ചെന്ന്, കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം ഓടിച്ചെന്ന് പ്രാർത്ഥനയിൽ നാം എന്തെങ്കിലും ചോദിക്കുന്നു, കർത്താവേ നിന്റെ അധരങ്ങളാലുള്ള ചുംബനം, ആ സ്നേഹം എനിക്ക് നൽകി തരണമേ. Give me those expressions of love that I may enjoy intimate relationship with thee. നീയുമായിട്ടുള്ള അഗാധമായ ബന്ധം ആസ്വദിക്കുവാൻ, സംസർഗം ആസ്വദിക്കുവാനായി നിന്റെ ആ സ്നേഹം എനിക്ക് പകർന്നു നൽകണമേ. Let him kiss me with the kisses of his mouth. അവൻ തന്റെ അധരങ്ങളാൽ എന്നെ സ്നേഹിക്കട്ടെ. Why? എന്തുകൊണ്ടാണ്? The next part of the word says, for thy love is better than wine. നാം അടുത്ത ഭാഗത്തിൽ വായിക്കുന്നത്, നിന്റെ പ്രേമം വീഞ്ഞിലും രസകരമാകുന്നു. Oh, notice one thing, that she transitions from speaking about him to directly speaking to him. തന്റെ മണവാളനെ പറ്റി സംസാരിച്ചു തുടങ്ങിയ ആൾ ഇപ്പം മണവാളനോട് നേരിട്ട് സംസാരിക്കുകയാണ്. She started saying, let him kiss me,
താൻ പറഞ്ഞു തുടങ്ങിയത് അവൻ എന്നെ ചുംബിക്കട്ടെ, for your love is better than wine. എന്നാൽ നിന്റെ പ്രേമം, തന്നോട് നേരിട്ട് ഇപ്പോൾ പറയണം, നിന്റെ പ്രേമം വീഞ്ഞിനും രസകരമാണ്. She is addressing him directly. നേരിട്ട് തന്നെ തന്റെ മണവാളനെ തന്നെ അഭിസംബോധന ചെയ്യുകയാണ്. A living and longing soul will not be satisfied with speaking about him, but only by speaking to him. യഥാർത്ഥമായി കർത്താവിനെ ആഗ്രഹിക്കുന്ന, ആ വാഞ്ചിച്ചു മോഹിക്കുന്ന ആ അവസ്ഥയിലേക്ക് പോകുന്നയാൾ കർത്താവിനെ പറ്റി സംസാരിക്കാൻ മാത്രമല്ല, കർത്താവിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവരുമാണ്. Oh, we speak so many things about him, but do we really speak to him? നാം കർത്താവിനെ പറ്റി എത്രയോ കാര്യങ്ങൾ നാം സംസാരിക്കുന്നു, എത്രയോ പേരോട് നാം സംസാരിക്കുന്നു, എന്നാൽ കർത്താവിനോട് വ്യക്തിപരമായി നാം സംസാരിക്കാറുണ്ടോ? At the end of this Bible study session, I don't want notebooks to be full. I want your heart to be full of that intimacy toward him. നമ്മുടെ നോട്ടുകൾ നിറഞ്ഞെഴുതുവാനായിട്ടല്ല, നമ്മുടെ ഹൃദയങ്ങളിൽ ആത്മാർത്ഥമായി കർത്താവിനോടുള്ള സ്നേഹം നിറഞ്ഞു കവിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. It does not suffice us to speak about him. We must yearn to speak to him. അവനെ പറ്റി സംസാരിക്കാൻ മാത്രമല്ല, അവനോട് സംസാരിച്ച് അവനിൽ രസിക്കുവാൻ ദൈവം ഞാൻ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നു. He must be exchanged for you. അവനാണ് എനിക്ക് പകരമായി പ്രാതിനിധ്യം നിൽക്കേണ്ടത്. Notice in Psalms chapter 4 and verse 10. Go to chapter 4 and verse 10. 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എന്റെ സഹോദരി, എന്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനോഹരം, വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധ വർഗത്തേക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം. Yes, so in this verse, he tells her, beloved, thy love is better than wine. And in chapter 4, the beloved is saying to his lover, your love is better than wine. 2-ാം വാക്യത്തിൽ, 2-ാം വാക്യത്തിൽ ഇവിടെ ശൂലേംകാരത്തി മണവാളനോട് പറയുകയാണ്, നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ രസകരമാണ്. എന്നാൽ 4-ാം അധ്യായത്തിൽ മണവാളൻ ശൂലേംകാരത്തിയോട് പറയുകയാണ്, എന്റെ കാന്തേ, നിന്റെ പ്രേമം സകലവിധ സുഗന്ധവർദ്ധകത്തേക്കാൾ വീഞ്ഞിനേക്കാൾ പുഷ്ടിയുള്ളത്. Oh, today we can tell the Lord Jesus, your love is better than wine. But will he say that to us? Really? നമുക്ക് കർത്താവിനോട് പറയാം, നിന്റെ സ്നേഹം, നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ രസകരമാണ് എന്ന്. എന്നാൽ കർത്താവിന് നമ്മളോട് പറയുവാൻ കഴിയുമോ, നിന്റെ സ്നേഹം വീഞ്ഞിനേക്കാൾ രസകരമാണ്? There are about 180 references to wine in the Old Testament. പഴയ നിയമത്തിൽ ഏകദേശം 180 തവണ വീഞ്ഞിനെ പറ്റി പ്രസ്താവിക്കപ്പെടുന്നു. And almost all of the times it is mentioned in a negative way. പല പ്രാവശ്യം അതിനെ വളരെ നെഗറ്റീവ് കൊണോട്ടേഷനിലാണ് നാം കാണുന്നത്. In Genesis chapter 9 we see about a drunken Noah. നമുക്കറിയാം, 29-ാം അധ്യായത്തിൽ വീഞ്ഞു കുടിച്ച് മത്തനായ നോഹയെ പറ്റി നാം കാണുന്നു. In Genesis 19 we see a shameful Lot who is drunk, and then it results in the production of Moab and Ammon. നമുക്കറിയാം, ലോത്ത് വീഞ്ഞു കുടിച്ച് മത്തനായി അവിടെ മോവാബിന് താൻ ജനിപ്പിക്കുന്നതായി കാണുവാൻ കഴിയും. Genesis 27 we see Jacob deceiving Isaac by first giving him wine. നമുക്കറിയാം, യാക്കോബ് ഇസ്ഹാക്കിനെ വഞ്ചിക്കുന്നത് അവിടെ ആദ്യം വീഞ്ഞു കൊടുത്താണ് നമുക്ക് കാണുവാൻ കഴിയും. That is why the wise man says in Proverbs chapter 20 and verse 1, wine is a mocker. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 20-ാം അധ്യായത്തിൽ 21-ാം വാക്യത്തിൽ വായിക്കുന്നത്, വീഞ്ഞ് ഒരു പരിഹാസിയാണെന്ന് നമ്മൾ കാണുന്നുണ്ട്. In the scripture, wine is often used as a symbol of earthly, natural, temporary pleasure. വേദപുസ്തകത്തിൽ വീഞ്ഞിനെ പറ്റിയുള്ള പരാമർശങ്ങളെല്ലാം ഐഹികവും ഭൗതികവും ക്ഷണികമായ ഒരു അടയാളമായി നാം കാണുന്നുണ്ട്. For a little time it produces joy. ചെറിയൊരു സമയത്തേക്ക് അത് ആനന്ദം ക്രിയേറ്റ് ചെയ്യുന്നു. It was offered to those with heavy hearts. അത് വളരെ ദുഃഖിതമായി ഭാരമുള്ള ഹൃദയമുള്ളവർക്ക് അത് പകർന്നു കൊടുക്കുന്നു. For unsaved people, sometimes the most joy that they get is a glass of beer or wine. നമുക്കറിയാം, രക്ഷിക്കപ്പെടാത്ത ഒരാളെ സംബന്ധിച്ച് ക്ഷണികമായ സന്തോഷം അവന്റെ ബിയറിൽ നിന്നോ അല്ലെങ്കിൽ അവൻ കുടിക്കുന്ന വീഞ്ഞിൽ നിന്ന് അവന് ലഭിക്കുന്നു. I don't know how much accurate it will be in today's day to say it is for unsaved people. ഈ കാലഘട്ടങ്ങളിൽ രക്ഷിക്കപ്പെടാത്ത ആൾ മാത്രമേ അത് കുടിക്കുന്നുള്ളൂ അല്ലെങ്കിൽ അതിൽ നിന്ന് സന്തോഷം എടുക്കുന്നുള്ളൂ എന്ന് പറയുവാൻ എനിക്ക് കഴിയുന്നില്ല. But basically what the Shulamite is saying is, your love, oh my beloved, is more wonderful than any other natural earthly joy. എന്നാൽ ശൂലേംകാരത്തി പറയുകയാണ്, നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ ക്ഷണികമായ ഭൗതികമായ സകല കാര്യങ്ങളെക്കാളും നിന്റെ സ്നേഹം
എത്രയോ മെച്ചപ്പെട്ട സ്നേഹമാണ്, Earthly, ആനന്ദകരമായ സ്നേഹം. earthly joy is short-lived and natural. Your love is everlasting and supernatural. ഈ ഭൂമിയിലെ സന്തോഷം ഐഹികവും ഭൗതികവും ക്ഷണികവുമായതാണ്. നിന്റെ സ്നേഹം മെച്ചപ്പെടുകയും അത് സുസ്ഥിരമായ ആനന്ദമാണ്. Your better than love wine, your better than wine love is actually more pleasurable than any blessing that is known on earth. ഭൂമിയിലെ സകല അനുഗ്രഹത്തെക്കാൾ നിന്റെ സ്നേഹം വളരെ മെച്ചപ്പെട്ടു നിൽക്കുന്നു. The wine of this world cannot touch me like your love can touch me. ഈ ഭൂമിയിലെ വീഞ്ഞ് എന്നെ സ്വാധീനിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മെച്ചപ്പെട്ട രീതിയിലാണ് നിന്റെ സ്നേഹം എന്നെ സുസ്ഥിരമായി എന്നെ സ്വാധീനിക്കുന്നത്. For do you really believe, do Christians today really believe that his love is better than wine? ഇന്ന് ക്രിസ്ത്യാനികൾ വീഞ്ഞിനേക്കാളും അവന്റെ സ്നേഹം രസകരമാണെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? Do you really believe that his love is better than the earthly joys? ഈ ഭൂമിയിലെ സന്തോഷങ്ങളെക്കാൾ അനുഗ്രഹങ്ങളെക്കാൾ അവന്റെ സ്നേഹം ഉന്നതമാണെന്ന് നാം ചിന്തിക്കാറുണ്ടോ? Because by our priorities and the places that we look for fulfillment, we really think that we don't believe that at all. ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൽ നാം എന്തിന് പ്രാധാന്യം നൽകുന്നു, ഏതിന് മുൻഗണന കൊടുക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ ആ സ്നേഹം വീഞ്ഞിനേക്കാൾ രസകരമാണെന്ന് നാം വിശ്വസിക്കാറില്ല. Oh, that we would pray the prayer of Paul in Ephesians chapter 3 and verse 17 to 19, that you may be rooted and grounded in love, that ye may be able to comprehend with all the saints what is the breadth and the length and the depth and the height, and to know the love of Christ which passeth knowledge. പൗലോസ് എഫേസ്യ ലേഖനത്തിൽ നാം പ്രസ്താവിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്നുള്ള സകല വിശുദ്ധന്മാരുടെ കൂടെ ഗ്രഹിപ്പാൻ ഞാൻ നിങ്ങളെ പറ്റി ആഗ്രഹിക്കുന്നു. Haven't you found his love delightful to the depths of your soul more than any earthly pleasure? പരിജ്ഞാനത്തെ ഭൂമിയിലെ സന്തോഷങ്ങളെക്കാൾ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ, അത് മനസ്സിലാക്കുവാൻ, അത് ആനന്ദിക്കുവാൻ നമുക്ക് മനസ്സിലായിട്ടുണ്ടോ? The Hebrew language here, love is plural. ഇവിടെ കാണുന്ന ആ ഹെബ്രായ ഭാഷയിലുള്ള ആ സ്നേഹം എന്ന് പറയുന്നത് ബഹുവചനത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. It literally means that your loves is better than wine. നിന്റെ സ്നേഹങ്ങൾ, അല്ലെങ്കിൽ ആ ബഹുവചനത്തിലുള്ള നിന്റെ സ്നേഹങ്ങൾ വീഞ്ഞിനേക്കാൾ വ്യാപ്തിയും ആഴവുമുള്ളത്. It implies the magnitude, the intensity, the greatness of his love. ഈ സ്നേഹത്തിന്റെ മാഹാത്മ്യം, അതിന്റെ ശ്രേഷ്ഠതയെ പറ്റി അത് പ്രസ്താവിക്കുന്നു. All the manifestations of his love. അവന്റെ സ്നേഹത്തിന്റെ എല്ലാ പ്രദർശനങ്ങളും. In Jeremiah 31 we read that I have loved you with an everlasting love. നിന്നെ നിത്യമായി ഞാൻ സ്നേഹിച്ചിരിക്കുന്നു എന്ന് നാം യിരെമ്യാവിന്റെ പുസ്തകത്തിൽ വായിക്കുന്നു. In John 13 he says it's an unchanging love. I love those that are in the world and I will love them forever. യോഹന്നാന്റെ സുവിശേഷം നാം Even unto the വായിക്കുന്നു, end. ഞാൻ നിങ്ങളെ ലോകാവസാനത്തോളം ഒരു മാറ്റവും കൂടാതെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. In Ezekiel chapter 16 we read that he saw us wallowing in that blood and spontaneously his love caused him to say, arise, be alive. നാം തകർന്നു പോകുന്ന ആ രക്തത്തിൽ നാം പങ്കാളികളായപ്പോൾ ദൈവം നമ്മളെ അതിൽ നിന്ന് ഉയർപ്പിച്ച് ജീവനിലേക്ക് കൊണ്ടുവന്ന ആ സ്നേഹം, sacrificial love, എത്രയോ സന്തോഷകരമായ സ്നേഹം. and that is why TK Samu sir sang like this, indoru sneham idu. അതുകൊണ്ടാണ് ടി കെ ശമൽ സാർ ഇങ്ങനെ രേഖപ്പെടുത്തിയത്, ഇതെന്തോ ഒരു സ്നേഹമാണ്. And the way that he gives those stanzas, Albhuda Snehamida, Nityamam Snehamida, Nistula Snehamida, Deivatin Snehamida, Divyamam Snehamida. Those who have never known the love of Christ, they have not known true abiding joy. രേഖപ്പെടുത്തിയ പോലെ എത്രയോ ആനന്ദകരവും സന്തോഷകരവുമായ മഹത്വകരമായ സ്നേഹബന്ധമാണ് ക്രിസ്തു നമ്മളിലേക്ക് പകർന്നു നൽകുന്നത്. Thy love is better than wine. നിന്റെ സ്നേഹം, നിന്റെ പ്രേമം വീഞ്ഞിനേക്കാൾ രസകരമാകുന്നു. My dear beloved, let us really believe that. ഇത് ശരിക്കും വിശ്വസിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. Oh, to have that relationship with the Lord Jesus that leads us to say, let him kiss me with the kisses of his mouth, because thy love is better than wine. അവനുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ അവനോടുള്ള സ്നേഹത്തിന്റെ പ്രദർശനമായി, അവനോടുള്ള ആ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവൻ എന്നെ ചുംബിക്കട്ടെ, അവൻ എന്നോട് സംസർഗം പുലർത്തട്ടെ എന്നുള്ള ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ സ്നേഹം വീഞ്ഞിനേക്കാൾ രസകരമാണെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. The first reason given is the excellence of his love. ഒന്നാമത്തെ കാരണം നമ്മുടെ ശൂലംകാരത്തിൽ പറയുന്നത് നിന്റെ സ്നേഹത്തിന്റെ വൈശിഷ്ട്യമാണ്. The second reason is the excellence of his person. രണ്ടാമത് നാം കാണുന്നത് അവന്റെ
വ്യക്തിത്വത്തിന്റെ വൈശിഷ്ട്യമാണ്. That is what we read in verse 3. അവൻ ആ 3-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, നിന്റെ Because തൈലം of- സൗരഭ്യമായത്, Go on. നിന്റെ നാമം പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. And in the will of God, we will look at that in the coming week. ദൈവഹിതമെങ്കിൽ അടുത്ത ആഴ്ച നമുക്ക് ആ കാര്യം പ്രസ്താവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Meanwhile, let us really relish the love of Christ. ആ സമയം കൊണ്ട് ഇനിയും വരുന്ന ഒരാഴ്ച ഈ നമ്മുടെ ദിവസങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹത്തെ പറ്റി ആലോചിക്കുവാൻ, ചിന്തിക്കുവാൻ, ധ്യാനിക്കുവാൻ ദൈവം നമ്മളെ ഇടയാകട്ടെ. ദൈവസ്നേഹം ചൊല്ലാൻ നാവിൽ എനിക്ക്, വർണ്ണിച്ചത് തീർപ്പാൻ നാവിൽ എനിക്ക്. It cannot be spoken. Thy loves is better. Oh Lord Jesus, help me to enjoy that love more than anything that this world can give. അവന്റെ സ്നേഹത്തിന് നമ്മുടെ വാക്കുകൾക്ക് വർണ്ണിച്ചു തീർക്കുവാൻ കഴിയില്ല. അവന്റെ സ്നേഹം വീഞ്ഞിനേക്കാൾ രസകരമാകുന്നു. That intoxicating love of Christ, let it fill my heart and let it bubble over in my life. കർത്താവായ യേശുക്രിസ്തുവിനെ എന്നെ മത്ത് പിടിപ്പിക്കുന്ന ആ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ എന്നെ അവൻ പിടിച്ചുകൊള്ളുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. The excellence of his love. അവന്റെ സ്നേഹത്തിന്റെ വൈശിഷ്ട്യത്തിൽ. May God bless these words to our hearts. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുന്നു.